ഈ 2 ലൈൻസ് തെളിഞ്ഞു വന്ന ആ ഒരു മൊമെന്റ് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ പതിയെ സന്തോഷമോ സങ്കടമോ എന്താണെന്നറിയത്തില്ല, ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് വന്നത്. ഓടി ചെന്ന് കണ്ണേൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണേട്ടൻ നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് തന്നെ തീരുമാനിച്ചു. കണ്ണേട്ട എണീക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുത്തിപ്പൊക്കി എണീപ്പിച്ചു. ആക്ച്വലി ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് ചെയ്യുന്ന രീതിയിൽ ക്യാമറയുടെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് നൈസായിട്ട് അങ്ങ് അവതരിപ്പിക്കാമെന്ന്. അങ്ങനെ നീണ്ട കുറച്ച് അഭിനയത്തിന് ശേഷം ഞാൻ പതിയെ ആ സമ്മാനം കണ്ണേട്ടന്റെ കയ്യിലേക്ക് കൊടുത്തു. ചുമ്മാ ഞാനിപ്പോഴറിയുന്നത് ചുമ്മാ ഞാൻ നോക്കിയതാ. കണ്ണിന്റെ അടുത്ത് കണ്ണും കൂടെ വന്നേ. ഇതെന്തിനാ കരഞ്ഞേ? ആ കാർഡ് നോക്കി കുറേ നേരം ഞങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നെ ഈ സന്തോഷ വാർത്ത നമ്മൾ ആദ്യമായിട്ട് ഒരാളുടെ അടുത്ത് പറയണമല്ലോ. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായി ഞങ്ങൾ ഒരുങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ചെന്നു, വഴിപാടൊക്കെ നടത്തി, നമ്മുടെ ഭഗവാനെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് കൺഫർമേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ബ്ലഡും യൂറിനും ഒക്കെ കൊടുത്ത് നമ്മളത് ഫിക്സ് ചെയ്തു. യെസ്, വി ആർ പ്രഗ്നന്റ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ചയായി. സാധാരണ ഞാൻ ഈ സദ്യ ഒന്നും കഴിക്കുന്നതല്ല. പിന്നെ നല്ല പരിപ്പും പപ്പടവും പായസവും ഒക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. കാർഡ് കൈ കൊടുത്തപ്പോൾ അമ്മയ്ക്കത് എന്താന്ന് പോലും മനസ്സിലായില്ല. അമ്മ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുമായിരുന്നു. പിന്നെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, കരച്ചിലായി. ലവ് ആനിവേഴ്സറി ആയതുകൊണ്ട് അനിയത്തിയും കുഞ്ഞിയും ചേർന്ന് സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തു. എന്തായാലും ഇരട്ടി മധുരമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്.